നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നാടകത്തോടും ഭയത്തോടും മടക്കത്തോടും ചെയ്യോടത്തോടും വാഴ്ത്തപ്പെടാനാവും നമ്മുടെ രക്ഷകായ തന്നെ സ്ത്രീകളും നാം എല്ലാവരെയും തന്റെ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്ന പുത്രൻ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവരെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവരുപരിയായിട്ടുള്ള പ്രവർത്തനത്തെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രൻ എന്നും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കാനായിട്ട് പിതാവ് ഒരിക്കലും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ സ്വീകരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്. അവന്റെ ആയുഷ്കാലത്തിൽ പെടാതെ മരണത്തിൽ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാൾ വരുന്നു. അതിപ്പോൾ തന്നെയുമാവുന്നു. എന്നാൽ പിതാവിനും തന്നെ തന്നെ ജീവിതപ്രകാരം പൊക്കുന്നു. തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധികൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യർക്കുണ്ടാകുന്നു. ശവക്കല്ലറകൾ സ്ത്രീ എന്നിവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട വിഷയമോ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എൽദോസ് കുടുംബത്തോടും മക്കളോടും യാത്ര ചെയ്യുന്ന സമാപന സംഗമം നമ്മളെല്ലാവരും ഈ കുടുംബത്തിൻ്റെ വേർപാടിൻ്റെ ദുഃഖം എല്ലാവരും വേണ്ടിയിട്ട് പരസ്പരം ഷെയർ ചെയ്യുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളാണ്. ദുഃഖം ഷെയർ ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു കാര്യങ്ങളില്ല. മരണം കൊണ്ട് വേർപാടാണെങ്കിൽ വീട്ടിലെങ്കിൽ ഓരോ തരത്തിലുമുള്ള ദുഃഖം നമ്മെ ദൈനംദിനം പിടിച്ചു വരുന്നു. നമ്മുടെ മക്കൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, നമ്മുടെ ബിസിനസ്സിലുള്ള പരാതിയും പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ, നമ്മുടെ ആരോഗ്യം മങ്ങിമയങ്ങുന്ന സമയം, നാം ഓരോരുത്തരും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കർത്തവ്യങ്ങൾക്കും വിധേയപ്പെടാൻ പറ്റാത്ത സാധ്യത, ഇതെല്ലാം മരണം പോലെ തന്നെ ദുഃഖകരമാണ്. അതിനേക്കാൾ ദുഃഖകരമാണ് മനുഷ്യൻ അഭിമാനം നിലനിർത്താൻ പറ്റാത്ത ജീവിതം. ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ട് മരിച്ചു വീടിക്കും ജീവിക്കുന്ന ആളുകളുണ്ട്. ആ തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ദുഃഖം സഹിക്കുന്ന ആളുകളാണ് ഈ കൂടിയിരിക്കുന്ന ആളുകൾ. മരണം കൊണ്ടുള്ള വേർപാടിന്റെ ദുഃഖമല്ലെങ്കിൽ ഇതര ദുഃഖങ്ങൾ ഏറെ അനുഭവിക്കുന്ന ആളുകൾ. അവരുടെ സഹായ വസ്തുവും അവരുടെ ദീനരോധത്തെ ആശ്വസിപ്പിക്കുന്നതിനുള്ള മനസ്സിന്റെ ദൈർഘ്യവും ഈ കുടുംബത്തിന് നേരെ ഈ അവസരത്തിൽ ഉയർത്തുകയാണ്. ക്രിസ്ത്യാനിയും ക്രൈസ്തവരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ മണ്ണിൽ ജീവിക്കുകയും മണ്ണിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന സഹോദര സഹോദരികൾ ഈ കുടുംബത്തിൽ അവശേഷിച്ച കുടുംബാംഗങ്ങളോട് അത്യധികം ദുഃഖവും കുടുംബത്തോടുള്ള സ്നേഹവും അറിയിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നാം കാണുന്നത് വേദപുസ്തകത്തിൻ്റെ ആദ്യ നാളുകളിൽ
സ്വന്തം ഛായയിലും രൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. ആദ്യം ലോകമൊക്കെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച് ഇരുട്ടും വെളിച്ചവും ഉണ്ടാക്കി പക്ഷികളും മൃഗങ്ങളും സൃഷ്ടിച്ച് വെള്ളവും കരയും സൃഷ്ടിച്ച് അവസാനം ദൈവം മനുഷ്യന് ജീവശ്വാസം കൊടുക്കുകയും അവനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും രൂപത്തിലും ദൈവത്തിൻ്റെ ഇമേജ് മനുഷ്യന്. നമ്മൾ പലപ്പോഴും അത് ഈ സത്യം വിസ്മരിക്കുന്ന ആളുകളാണ്. എൻ്റെയും നിങ്ങളുടെയും രൂപം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ദൈവം എന്നെയും ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലുമാണെന്ന് വിശുദ്ധ വേദം പറയുമ്പോൾ എവിടമാണ് നമ്മുടെ വിശുദ്ധമായ ഭാഗം? എവിടമാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഇമേജ് നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ളത്? നമ്മുടെ ശരീരാവയവങ്ങളും നമ്മുടെ മനസ്സും നോക്കിയാൽ ദൈവത്തിന് യോഗ്യമായ എന്തൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ബാക്കിയാണ്. വേദത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലുമാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് നോക്കുമ്പോൾ വല്ലാത്ത പരിവർത്തനം നമ്മൾ ഇതേ അവസരത്തിൽ കാണുന്നു. പുൽപ്പമ്പടിപ്പള്ളി ഇടവകയിൽ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ദൈവത്തിൻ്റെ രൂപവും ഛായയും ഏറ്റെടുക്കാൻ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസവും പരോപകാരവും നന്മയും ചെയ്ത് ജീവിച്ചിട്ടുള്ളവരില്ലേ? പുൽപ്പമ്പടിയല്ല നാം ഓരോരുത്തരുടെയും ഇടവക പള്ളിയോ ആത്മീയ പ്രസ്ഥാനങ്ങൾ നോക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും മറ്റുള്ളവരുടെ ജീവിതമാർഗം തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ, ഒരാൾക്ക് സാന്ത്വനവചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, മരണ വീട്ടിൽ പോയി മരിച്ചുപോയ ആളുകൾ, ദുഃഖം കടിച്ചമർത്താൻ പറ്റാത്തവണ്ണമുള്ള ആളുകളെ വാക്കുകൾ കൊണ്ടും തലവോടുകൾ കൊണ്ടും ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ, ദൈവത്തിൻ്റെ രോഗിയെ ടച്ച് ചെയ്യുന്നതുപോലെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകൾ പരസ്പരം വിശ്വാസങ്ങളെ പ്രളയത്തിൽ ടച്ച് ചെയ്ത് ആശ്വാസവും സ്നേഹവും പകർന്നു കൊടുക്കാൻ കഴിവുള്ള ആളുകൾ, ദൈവത്തിൻ്റെ ഇമയിൽ ഈ ഭൂമിയിൽ നിന്ന് നടത്തിയിട്ടുള്ള ആളുകൾ, നമ്മളിൽ ജീവിച്ചിട്ടുള്ള മേൽപ്പെട്ടക്കാർ, നാം ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ, നന്മ നിറഞ്ഞ മറിയം സ്വസ്ഥത എല്ലാം ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ, അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് മര്യാദകൾ പാലിക്കുന്ന മക്കൾ, എല്ലാവരുടെയും മുമ്പിൽ നാം ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപികൾ, ദൈവത്തിൻ്റെ പരിശ്രമം വർദ്ധിപ്പിക്കുന്നു. ദുഃഖം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യദോസിൻ്റെ മരണം യാദൃശ്യമല്ലെന്ന് നമുക്കറിയാം. മരണത്തോട് ഫൈറ്റ് ചെയ്ത താൻ ദീർഘകാലം പ്രാർത്ഥനയിലും ദൈവവിചാരത്തിലും കിടന്ന ആളാണ്. മാറി മറിയ താൻ ചികിത്സാവിധികൾ നേടിയും താൻ ദീർഘകാലം ഈ ജീവിതത്തിൽ വിഷമിക്കുന്ന അവസരത്തിൽ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും സുഹൃത്തുക്കളും എല്ലാം ഈ കുടുംബം സന്ദർശിച്ചിട്ടുണ്ട്. തൻ്റെ വേർപാടുകളിൽ അവരെല്ലാവരും ദുഃഖിക്കണം. വളരെ ദൂരം ഈ മൃഗശരീരം കൊണ്ടുപോകേണ്ടതുകൊണ്ട് ദീർഘമായ സമയം ഞാൻ പറയുകയാണ്. അയൽപക്കക്കാരും സുഹൃത്തുക്കളും ഈ കുടുംബത്തിലും സന്നിഹിതരായിരിക്കുന്ന ഓരോ ആളുകളും ഈ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്. ഈ കുടുംബത്തോട് ഇനിയും കരുതലുള്ളവരാണ്. അവരുടെ ദുഃഖം ഷെയർ ചെയ്യുവാൻ സാധിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി ഈ കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും എന്തോയുടെ ആത്മാവിൽ ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവൻ പ്രധര എവർക്കും നൽകുന്നു. കബറുകളിൽ എഴുന്നേറ്റു എന്റെ ശരീരം ഭാഷിച്ചം ചെയ്തോൻ പാതാളത്തിൽ പോകാനായിടാൻ യാത്രയായിരിക്കുന്നവരെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ പടിലാൽ ലഭിക്കണമേ. വന്നവർ വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെടുകയാണ്.
ശരീരമാകുന്നവരുടെ സ്വരിമാരാകണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കുന്നവരെ, ദാസന് വേണ്ടിയിട്ടുള്ളതായ ഈ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം കുടുംബത്തിന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എഴുന്നള്ളി നമ്മെ അനുഗ്രഹിച്ച ഭദ്രാസന മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം ആർസേറിയോസ് കുടുംബത്തിന് വേണ്ടിയും കുറുപ്പുമുടി മർത്തമറിയ കത്തീഡ്രലിന് വേണ്ടിയും ഇപ്പോൾ അറിയിക്കുകയാണ്. സഹോദരന് സ്നേഹിതന് ആത്മീയമായ ചുംബനങ്ങൾ കൊടുത്ത് യാത്രയക്കുവാനുള്ളതായ സമയമാണ് ഇപ്പോൾ. ആ സമയത്തെ ക്രമീകരിക്കാവുന്നതാണ്. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു, ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവപരിശുദ്ധന്മാരോട് നിന്റെ പിതാവായ പരിശുദ്ധമായി സന്തോഷപ്രദമായ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രസവിപ്പിക്കണമേ. നാം ഒന്ന് പ്രാർത്ഥിക്കുന്നതായി സോമനായി ഏറ്റെടുക്കണം. മനുഷ്യ
ഞങ്ങൾ